ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ അമ്പലത്തിലേക്കൊന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പുതിയ സ്പെക്സ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ബർത്ത്ഡേ പോയൊരു ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. അങ്ങനെ റിക്ഷക്കാണ് കേട്ടോ പോകുന്നത്. അമ്പലത്തിൽ എത്തിയിട്ട് നമ്മൾ വലം വെച്ചു, പിന്നെ പ്രാർത്ഥിച്ചു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കുറച്ചതിലേ നടന്നു. അത് കഴിഞ്ഞിട്ട് നെയ്വിളക്ക് എത്തിച്ചു. വൈകുന്നേരം പാർക്കിലും പോയി. അനിയൻ്റെ ഒരു വീഡിയോ എല്ലാം എടുത്ത് കഴിഞ്ഞ് അനിയൻ്റെയും ഒരു വീഡിയോ എടുത്തു. അങ്ങനെ നമ്മൾ റീൽസ് എടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നടക്കുകയാണ്. അപ്പം നടക്കുന്ന സമയം മാമിക്കും പൊന്നു ചേച്ചിക്കും ഈ ഒരു ഇതിൽ കയറണം. അതായത് ഇങ്ങനെ മേളിലോട്ട് കൊണ്ടൊരു താഴത്തേക്ക് ഒറ്റൊരിടൽ. അതിൽ കയറി അവർ രണ്ടാളും വന്നതോ എല്ലും തോലും പോലെ ഇങ്ങനെ വിറച്ചാണ്. അങ്ങനെ ഞാൻ കയറിയത്, പിന്നെ എനിക്കിൽ കയറണ ആഗ്രഹം ഉണ്ടായിന്, പക്ഷെ ഞാൻ കയറിയത് ഈ സൈക്കിളിലാണ്, ഈ മുകളിലെ ആകാശത്തേ പോകുന്ന സൈക്കിളിൽ. പിന്നെ അതിലും കയറി സെറ്റായി. അങ്ങനെ കേക്കും വാങ്ങി, കേക്കും മുറിച്ചു. അപ്പം ഒന്നാമത്തെ ചോദ്യം, നിനക്ക് എത്ര വയസ്സുള്ളപ്പോഴാണ് കുഞ്ഞുണ്ണി ജനിച്ചത്? കറക്റ്റ് ആൻസർ. 5 വയസ്സുള്ളപ്പോഴാണ് കുഞ്ഞുണ്ണി ജനിച്ചത്. 5 വയസ്സുള്ളപ്പോൾ. അപ്പം കളിയാക്കണ്ട. അപ്പൊ നമ്മളെ ഗിഫ്റ്റ് പറഞ്ഞെങ്കിൽ കുറച്ച് മുട്ടായാണ്. ഇത്ര തന്നെ. അപ്പം അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞെങ്കിൽ ഇത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായില്ല. നീ ഏത് വർഷത്തിലാണ് ജനിച്ചത്? നീ ഏത് വർഷത്തിലാണ് ജനിച്ചത്? 2009. അടുത്ത ക്വസ്റ്റ്യൻ, കുഞ്ഞുണ്ണി ജനിക്കുമ്പോൾ ഞാൻ എത്രാം ക്ലാസ്സിലായിരുന്നു? 6ാം ക്ലാസ്സില്. കുഞ്ഞുണ്ണി ജനിക്കുമ്പോൾ ഞാൻ എത്രാം ക്ലാസ്സിലായിരുന്നു? എന്റെ യൂട്യൂബിൽ എത്ര സബ്സ്ക്രൈബേഴ്സ് ആണ്? എന്തെങ്കിലും ഒരു യെസ്. ഒരു 530. കുറച്ച് പരിപാടി ഉണ്ട്. മത്സരമുണ്ട്. അപ്പം അടുത്ത സമ്മാനം ഇത് കൊടുക്കാം. ഇതൊന്നില്ല, ബോക്സേ വലുതുള്ളൂ, സാധനം ചെറുതായിരിക്കും. സോപ്പ്, പേപ്പർ സോപ്പ്. പേപ്പർ സോപ്പ്. ഞാൻ 3 ദിവസം മുമ്പ് എന്നോട് ചോദിച്ചു, എനിക്ക് എന്ത് ആഗ്രഹമാണ്? 40 രൂപ ഉള്ളൂ, എന്ത് വേണ്ട, നീ അതെല്ലാം എനിക്ക് എന്ത് വേണമെങ്കിൽ ഞാൻ 40 രൂപ എന്ത് വേണമെങ്കിൽ 60 രൂപയാണ് സാധനം. 40. അങ്ങനെ അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിലെല്ലാം മനസ്സിലാക്കിയിട്ട് ഞാൻ വാങ്ങിച്ചെടുത്ത സാധനമാണ്. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ, എൻ്റെ സ്കൂളിൽ എന്ത് കളിയാക്കിയിട്ട് വിളിക്കുന്നത്? കറക്റ്റ് ആൻസർ. തള്ളു സാബു എന്നാണ് വിളിച്ചത്.
ഇത് സംഭവം ഒരു കട്ടറാണ്. ഇതും അവന് പറഞ്ഞ ലിസ്റ്റിലുള്ള ഒരു സാധനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, എന്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് കേക്ക് കുറിച്ച് കേക്ക് കേക്ക് മുറിച്ച് എന്തോ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടറിന്റെ കേക്കാണ് ഉണ്ടായത്. അപ്പൊ ഏത് കേക്കാണ്? അത് ഏടുന്നായിരിക്കും മുറിച്ചത്? പൂച്ചക്കാണ്. കറക്റ്റ് ആൻസർ, പൂച്ചക്കാണെന്നാണ് മുറിച്ചത്. അപ്പൊ അടുത്തെടുക്കാം. സാധനം ചെറുതായിരിക്കും ചിലപ്പോൾ. അതും എൻ്റെ ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്. ഞാൻ കൊന്നു മേടിച്ചായിരുന്നു. ഈ സാധനം മാത്രം മേങ്ങി തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മേങ്ങിയത്. മരുന്നിന്റെ കവർ പറയണ്ടേ? അത് പൈസ കുറേ അതന്നെ 40 റുപ്യ ഇത്രല്ലേ? സമാധാനത്തിന് അടുത്ത ചോദ്യം. എന്റെ ബർത്ത്ഡേ ഡിസംബർ എന്റെ ബർത്ത്ഡേ കഴിഞ്ഞല്ലേ? ഇപ്പൊ ഡിസംബർ 1 അല്ലേ എന്റെ ബർത്ത്ഡേ കഴിഞ്ഞത്? അപ്പൊ ഡിസംബറിൽ സെപ്റ്റംബർ 14. അപ്പം ഇതെടുക്കാം. ചെറിയ വണ്ടി പിന്നെ പെൻസിലാ. അടുത്ത ക്വസ്റ്റ്യൻ നീ നോക്കല, നീ നോക്കിട്ട് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്റെ ജേർണലിൽ എത്ര പേജ് ആയിട്ടുണ്ടാവും? 20 അല്ല, തെറ്റ്. 122 പേജായി. അതൊന്നും അറിയില്ല. ഓനെന്ത് പറഞ്ഞില്ലെങ്കിൽ ഇത് ഈ ഗിഫ്റ്റ് ഞാൻ ഓനെന്നല്ല പിന്നെ ലാസ്റ്റ് ഇത് ഓനെന്നെ ആയിരിക്കും കൊടുക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മമ്മദൂല്ലേ എന്ത് ചോദ്യം? ഓനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം, അത് ഇവന്റെ ഫ്രണ്ടാണ് മമ്മദ് എന്ന് പറഞ്ഞ. അവന്റെ കൂടെ കളിക്കുമ്പോ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സാധനത്തിന്റെ പേര് ചോദിച്ചതാണ്. ഓനെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ കഴിയുന്നതിന് മുമ്പേ അവൻ ആൻസർ പറഞ്ഞു. ഏറ്റവും ഇഷ്ടപ്പെട്ട നേരെ പൊട്ടിക്ക് സ്റ്റിക്കിനോട്ട്. ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഞാൻ ക്വസ്റ്റ്യൻ നിനക്കുള്ള തന്നെയാണ്. ഇത് നീ പറഞ്ഞോട്ടെ എന്നിട്ടാണ് എനിക്ക് ഞാൻ ക്വസ്റ്റ്യൻ ഇട്ടത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏട്ടന്റെ പേര് പറഞ്ഞു. അപ്പുസേട്ടൻ. പോക്കിമോൺ കാർഡ് പറഞ്ഞൊരു കാർഡാണ്. പിന്നെ പൊട്ടിക്കാം. പിന്നെ നമുക്ക് ലാസ്റ്റ് അവസാനം പൊട്ടിക്കാം. അടുത്തത് ഇതല്ല, ഇത് കുറച്ച് പൊട്ടി. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനു അമ്മക്ക് എത്ര വയസ്സുള്ളപ്പോഴാണ് അനു അമ്മ കല്യാണം കഴിഞ്ഞത്? 20 വയസ്സുള്ളപ്പോഴാണ് അമ്മ കല്യാണം
ലുഡോ ബോർഡാണ് അടുത്തത്. അടുത്ത് നമ്മളെ 9 വയസ്സിലെ 9ാമത്തെ ഗിഫ്റ്റാണിത്. 9 വയസ്സിലെ അവസാനത്തെ ഗിഫ്റ്റുമാണ് ഇത്. ഓന് കുറച്ച് പാട് വിടുമ്പോൾ നമ്മളെ ബേക്കലം വീടിന്റെ പേരിന്റെ അടുത്ത ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഞാനും ഒക്കെ പൊട്ടിട്ടുണ്ട്. അപ്പൊ അവന്റെ മുഖത്തുള്ള എക്സ്പ്രഷൻ ഒക്കെ ഒന്ന് കാണണം. പേപ്പർ കെട്ടന്നെ. ഓക്കെ, അപ്പൊ നമ്മൾ അവസാനത്തെ ക്വസ്റ്റ്യന്റെ ആൻസറിന്റെ അവസാനത്തെ തിരക്കാക്കണ്ട. മല്ല മല്ല പൊട്ടിച്ചാതി ഒന്നുമില്ല ഇതില്. പേപ്പർ മാത്രമേ ഇതാത്തെ ന്യൂസ് പേപ്പർ കുഞ്ഞുണിക്ക് വേണ്ടതന്നെ നിന്റെ ബുക്കാമത്തത് യൂണോ കാർഡാണ് ഇത്. ഞാൻ പറഞ്ഞ മമ്മദൂൻ്റെ അടുത്ത് കളിക്കുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എനിക്ക് മേടിച്ചേരണം ഓൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന സാധനമാണ് ഈ യൂണോ കാർഡ്. അങ്ങനെ ഓൻ ആഗ്രഹിച്ച പോലെ തന്നെ അത് കിട്ടി. എനിക്ക് സന്തോഷമായ നമുക്കൊരു കൊടുത്ത് ചേച്ചിനെ കുറിച്ചിട്ട് നിനക്ക് എന്താ പറയാനില്ലേ? ചേച്ചിനെ അങ്ങനെ ഇപ്പൊ ഗിഫ്റ്റ് കുറച്ച് പുകട്ടി പറ. ഒന്നും പറയാ. സന്തോഷമായി അങ്ങനെ പറയില്ലേ? ചേച്ചി എല്ലാ കാര്യം സാധിച്ചു തരുന്നു. ഇഷ്ടപ്പെട്ടോ? അപ്പം അതായിട്ട് നമ്മൾ ഫുഡ് അടിക്കാൻ പോയിട്ടോ. അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ. എന്റെ അനിയന് ഗിഫ്റ്റ് കൊടുത്ത വീഡിയോയിലാണ് ഇന്നത്തത്. അപ്പൊ അടുത്തത് നമ്മളെ അവസാന ഘട്ടത്തിലേക്ക് പോകാൻ പോണേ. പെട്ടെന്ന്